അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ റമദാനിൽ ഇന്ന് നമ്മോടൊപ്പം ചേർന്നിരിക്കുന്നത് മുണ്ടക്കയം ടൗൺ ജുമാ മസ്ജിദ് ചീഫ് ഇമാം ആദരണീയനായ അബ്ദുൽ റഊഫ് അൽ അമാനിയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയ സഹോദരി സഹോദരന്മാരെ, ലോക മുസ്ലിമീങ്ങൾ അനുഗ്രഹീതമായ വ്രതാനുഷ്ഠാനത്തിന്റെ ദിനരാത്രങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, റമളാൻ ഒരായിരങ്ങൾ സന്ദേശങ്ങളുടെ കലവറയാണ്. റമളാനിലൂടെ വിശ്വാസി നേടിയെടുക്കേണ്ട ഒരുപാട് ആത്മീയമായ നേട്ടങ്ങളും നന്മകളുമുണ്ട്. റമളാൻ എന്ന അനുഗ്രഹീതമായ മാസം മാനവ സമൂഹത്തോട് പ്രഥമമായി വിളംബരം ചെയ്യുന്നത് കാരുണ്യത്തിന്റെ മഹിതമായ സന്ദേശമാണ്. അനുഗ്രഹീതമായ റമളാനിന്റെ 30 ദിനങ്ങളെ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ഭാഗമായി തിരിച്ചപ്പോൾ അതിന്റെ പ്രഥമ ഭാഗമായ 10 ദിനങ്ങളെ റഹ്മത്ത്, കാരുണ്യത്തിന്റെ 10 എന്നാണ് വിശേഷിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഈ 10 ദിനരാത്രങ്ങളിലൂടെ ഒരു വിശ്വാസി ആദ്യമായി കൈവരിക്കേണ്ട നേട്ടം കാരുണ്യത്തിനുള്ള അർഹത നേടിയെടുക്കുക എന്നുള്ളതാണ്. വിശുദ്ധ ഇസ്ലാം എന്ന അത്യുന്നതമായ ആദർശധാര കാരുണ്യത്തിന് നൽകുന്ന പ്രസക്തിയും പ്രാധാന്യവും വളരെ വലുതാണ്. ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണമായ ഖുർആൻ പരിശോധിക്കുമ്പോൾ 79ഓളം സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എന്നു മാത്രമല്ല, ഖുർആനിലെ അർത്ഥസമ്പന്നമായ 114 അധ്യായങ്ങളിൽ ഒരു അധ്യായത്തിന് അല്ലാഹു അർ റഹ്മാൻ, പരമകാരുണികൻ എന്നാണ് അർത്ഥം നൽകിയിരിക്കുന്നത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്നാണ്. അങ്ങേ ലോകത്തിന് കാരുണ്യമായിട്ടാണ് നിയോഗിച്ചിരിക്കുന്നത് എന്ന് ഖുർആൻ പറയുന്നു. വിശുദ്ധ ഖുർആനിനെ തന്നെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ഹുദം വ റഹ്മ, മാർഗദർശനം നൽകുന്ന ഗ്രന്ഥം, കാരുണ്യത്തിന്റെ ഗ്രന്ഥം എന്നാണ്. അങ്ങനെ എപ്പോഴും അള്ളാഹുവിനെ പരിചയപ്പെടുത്തുമ്പോഴും, അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങളെ പരിചയപ്പെടുത്തുമ്പോഴും, അള്ളാഹുവിന്റെ പ്രവാചകനെ പരിചയപ്പെടുത്തുമ്പോഴും, അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങളിലെ സൂക്തങ്ങളെയും അധ്യായങ്ങളെയും പരിചയപ്പെടുത്തുമ്പോഴും എല്ലാം കാരുണ്യം എന്ന മഹത്തായ ആശയത്തെ അതിൽ വിളംബരം ചെയ്യാൻ അള്ളാഹുവും അവിടുത്തെ പ്രവാചകനും പ്രത്യേകമായും ശ്രദ്ധിക്കുന്നു എന്നത് കാരുണ്യത്തിന് ഇസ്ലാം എത്രമാത്രം പ്രാധാന്യം നൽകുന്നു എന്നാണ് വിളിച്ചറിയിക്കുന്നത്. അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ, അള്ളാഹുവേ നീ എന്നോട് കരുണ ചെയ്യണമേ, ഇല്ലെങ്കിൽ ഞങ്ങളോട് കരുണ ചെയ്യണമേ, നീ അങ്ങേയറ്റം കരുണ ചെയ്യുന്നവനാണ് എന്ന പ്രാർത്ഥന. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ പ്രാർത്ഥന അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഫലവത്താക്കണം എന്നുണ്ടെങ്കിൽ വിശുദ്ധ ഇസ്ലാം, വിശുദ്ധ പ്രവാചകൻ, വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനമായ ഡിമാൻഡ് നിങ്ങൾ മറ്റുള്ള നിങ്ങളുടെ സഹജീവികളോട് കരുണ കാണിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇർഹമു മൻ ഫിൽ അർദ് യർഹമുക്കും മൻ ഫിസ് സമാ, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, എങ്കിൽ ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. നമുക്ക് ജന്മം നൽകിയ നമ്മുടെ സ്നേഹനിധികളായ മാതാപിതാക്കളോട് നാം കരുണ കാണിച്ചു എങ്കിൽ
നമ്മുടെ മക്കളോട് നാം കരുണ കാണിച്ചുവെങ്കിൽ, അവരിൽ തന്നെ അനാഥരായ കുഞ്ഞുങ്ങളോട് നാം കരുണ കാണിച്ചുവെങ്കിൽ, നമ്മുടെ അയൽവാസികളോടും നമ്മുടെ ഗുരുനാഥന്മാരോടും നമ്മുടെ രാഷ്ട്രത്തോടും നമ്മുടെ നാടിനോടും അവശത അനുഭവിക്കുന്നവരോടും പ്രയാസം അനുഭവിക്കുന്നവരോടും ദുർബലമായ അവസ്ഥയിൽ ജീവിക്കുന്ന ആളുകളോടും ഒക്കെയും നമ്മുടെ കരുണയുടെ ഉന്നതമായ സമീപനം നാം സ്വീകരിക്കുകയാണ് എങ്കിൽ തീർച്ചയായും റമദാനിന്റെ ആദ്യത്തെ 10 വിശ്വാസിക്ക് ഫലവത്തായി എന്ന് നമുക്ക് വിലയിരുത്തുവാൻ കഴിയും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട്, എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ സഹോദരീ സഹോദരന്മാരോടും എനിക്ക് ആവശ്യപ്പെടുവാനുള്ളത്, അപേക്ഷിക്കുവാനുള്ളത്, എന്നോടും പറയുവാനുള്ളത്, ഈ അനുഗ്രഹീതമായ കാരുണ്യത്തിന്റെ 10 വാനലോകത്ത് നിന്നും അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ വർഷം ഇടതടവില്ലാതെ അവന്റെ അടിയാറുകളുടെ മേൽ ഒഴുകുന്ന ഈ സമയത്ത് ആ കരുണയുടെ ലിസ്റ്റിൽ, അവന്റെ കരുണ ലഭിച്ചവരുടെ കൂട്ടത്തിൽ നാം ഉൾപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സഹജീവികളോട് നാം കരുണ കാണിച്ചേ മതിയാകൂ. അള്ളാഹു കരുണ കാണിക്കുന്നതിലൂടെ കരുണാമയന്റെ കരുണ നേടിയെടുക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകും.